ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു ടോട്ടൽ വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സലീം കുമാർ ചേട്ടൻ്റെ മരണ വാർത്തയാണ്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ഉള്ളത്. ഓക്കെ, ഇപ്പം ഈ എന്താ പറയുക, ഈ ഓൺലൈൻ ചാനലുകൾ ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചീത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വളരെ പേഴ്സണലായിട്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവിടെ ഇടിച്ചു കയറി ചെന്നിട്ട് അവരുടെ പ്രൈവസി നശിപ്പിക്കുക എന്നുള്ളൊരു സംഭവം വളരെ നെഗറ്റീവായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയാസ്. നമ്മളൊക്കെ ആണെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ഓൺലൈൻ ചാനലുകൾ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം അതിൽ വരുന്ന വാർത്തകളാണ് നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതും നമ്മൾ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നതും അതിൽ വരുന്ന വാർത്തകളാണ്. എങ്കിൽ കൂടിയും നമ്മൾക്ക് ഇതുപോലെ ഈ മരണം, അതുപോലെ തന്നെ കല്യാണം എന്നൊക്കെ പറയുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് അവരുടെ പ്രൈവസിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇടിച്ചു കയറി ചെല്ലുന്നത് ഒരു അത്രയ്ക്ക് നല്ലതായിട്ടുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പേഴ്സണലായിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് ഇടിച്ചു കയറിപ്പോയി അതായത് ഇപ്പം മരണം പോലെയുള്ളൊരു കാര്യത്തിൽ നടക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, അവർക്ക് ഇപ്പം മരിച്ചു കിടക്കുന്ന ഒരാളുടെ അത്രയും ബന്ധമുള്ള അല്ലെങ്കിൽ അത്രയും അടുത്ത ആൾക്കാർക്ക് അവരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും അവർക്ക് ഇനി അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്, സലീം കുമാർ ചേട്ടൻ്റെ മോൻ മാറി നിൽക്കടാ എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യപ്പെട്ടിട്ട്, അതായത് ഓൺലൈൻ ചാനലുകളോട് വളരെ നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ, അതായത് ഇത്രയും ഇറിറ്റേറ്റഡ് ആയിട്ട് സ്വന്തം അച്ഛൻ്റെ മരണം മുന്നിൽ നടക്കുമ്പോൾ അത്രയും ഇറിറ്റേറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അവർക്കൊരു സ്വൈര്യവും കൊടുക്കാതെ ഇങ്ങനെ ഉന്തിക്കയറി ചെന്നിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കിപ്പം അവിടെ തന്നെ ഓൺലൈൻ ചാനലുകൾ വെളിയിൽ നിന്ന് വാർത്തകൾ, അല്ലെങ്കിൽ വാർത്തകൾ നല്ല രീതിക്ക് വാർത്ത ഷെയർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ഇടിച്ച് കയറുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ഓൺലൈൻ ചാനൽസിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇടിച്ച് കയറി ചെന്നിട്ട് അവരുടെ ഒരു പ്രൈവസി കെടുത്തി, അല്ലെങ്കിൽ അവരുടെ ഒരു സമാധാനം കെടുത്തി, ഓൾറെഡി മരണം എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയുക തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഇവരും കൂടെ ചെന്നിങ്ങനെ സ്വൈര്യം കെടുത്തുക എന്ന് പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ രേണു സുധിയെ പോലെയുള്ള വ്യക്തികൾ ഈ ഇത്രയും വൈറലാകാനുള്ള, അല്ലെങ്കിൽ ഇത്രയും റീച്ച് അവർക്ക് കിട്ടാനായിട്ടുള്ളൊരു കാര്യവും ഈ ഒരു ഓൺലൈൻ ചാനൽ തന്നെയാണ്. ഇവർ ചുമ്മാ ഇവരെ പുറകെ നടന്നിട്ട് ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അത് വിവാദമാകുന്ന രീതിയിൽ അവർ നമ്മൾക്ക് ഷെയർ ചെയ്തു തരുന്നു. അങ്ങനെ അതുപോലെ തന്നെ രേണു സുധീനെ പോലെയുള്ളൊരു വ്യക്തികൾ വരുന്നു. അങ്ങനെ പല ആൾക്കാരും ഈ എന്താ പറയുക കുറേ നെഗറ്റീവായിട്ടുള്ള ഓൺലൈൻ ചാനലിലൂടെ ഇങ്ങനെ നെഗറ്റിവിറ്റി പരത്തി ഇത്രയും റീച്ചിൽ എത്താനായിട്ടുള്ളൊരു കാരണവും ഇത് തന്നെയാണ്. സോ അപ്പം നിങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അത് ഇതുകൊണ്ടല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലൊന്നും കിട്ടുന്ന വാർത്തകളാണ് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ എങ്കിൽ കൂടിയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അറ്റ്ലീസ്റ്റ് മരണത്തിലെങ്കിലും ഒരാളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അതിലേക്കൊന്നും ഇടിച്ച് കയറാതിരിക്കുക. കാരണം മരണം എന്ന് പറയുമ്പം ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും അവരുടെ കൂട്ടത്തിലുള്ള ബന്ധുക്കൾക്ക് അവരുടെ കൂട്ടത്തിൽ, ആ മരിച്ച വ്യക്തിയുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ അവരുടെ ഇതിലേക്ക് ഇടിച്ച് കയറി ചെന്ന് അവരുടെ സ്വൈര്യം കെടുത്തുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. അവർ സെലിബ്രിറ്റിയാണ്, ഓക്കെ, എല്ലാമാണ്. പക്ഷേ എങ്കിൽ കൂടി അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ക്ലിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ചന്തു
ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു, ആ പുറകിലുള്ള ആൾക്കാർ മര്യാദയ്ക്ക് നിൽക്കുവാണോ? ഇതെന്താ അവിടെ എന്താ മുട്ടായി വിതരണം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ അവിടെ പൈസ വിതരണം നടത്തുന്നുണ്ടോ, അതോ അവിടെ ഒരു ഷോ നടക്കുവാണോ? എനിക്കത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. സ്നേഹവും അല്ലെങ്കിൽ എന്താ പറയുക സെലിബ്രിറ്റിയോടുള്ള ആരാധനയും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് അവർ എന്താ പറയുക ജീവനോടെ നിന്നിട്ടൊരു സിനിമയുടെ ഇത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വരുക, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോകാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ ഒരു മോളിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ബാക്കിലുള്ള ആൾക്കാർ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോൻ പൊട്ടിക്കരയുകയാണ്. അവന് എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് നമുക്ക് ആ ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു അത്രയും തകർന്നു നിൽക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും അവരുടെ സമാധാനം കെടുത്തിയിട്ട് ഈ ഓൺലൈൻ ചാനലുകൾക്ക് എന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ ഇത് പകർത്തിയിട്ട് എന്ത് കിട്ടാനാണ്? അവിടെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് മാറി നിന്ന് നിങ്ങൾക്ക് അവിടെ ഉള്ളവരോട് ചോദിച്ച്, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അവിടെ എല്ലാവരും സമാധാനത്തോടെ നിന്ന് അത് ആ ഒരു വാർത്ത ഷെയർ ചെയ്താൽ പോരെ. അല്ലാതെ ഇപ്പം മുഖം അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങ് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് മരണമല്ലേ? അതായത് ഒരാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മരണത്തിലെങ്കിലും ഇങ്ങനെ എന്താ പറയുക അതെങ്കിലും വിറ്റിട്ട് ഇങ്ങനെ ഇതാക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാം. ഇത് റീച്ചിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? ശരിയാണ്, ഇത് നിങ്ങളുടെ വർക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ അത് മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരു മകൻ്റെ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഒക്കെ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതിനകത്തേക്ക് ഇടിച്ചു കയറി ചെന്ന് അവർക്ക് അവിടെ എന്താ പറയുക പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് കാണും. പക്ഷെ അതുപോലും നന്നായിട്ട് ചെയ്യാൻ അത് നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. ശരിയാണ്, നിങ്ങളുടെ വർക്കാണ്. പക്ഷെ അത് മറ്റൊരാളുടെ കാര്യത്തെ നിങ്ങൾ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നത് വളരെ എന്താ പറയുക വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിനു മുന്നേ ഒരു സീരിയൽ ആക്ട്രസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് മാറി നിൽക്കുക, അതായത് നിങ്ങളുടെ ബാക്ക് കാണാൻ വേണ്ടിയിട്ടല്ല അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ ബാക്ക് കാണാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്ന ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അതിന് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ശരിക്കും എന്താ പറയുക അങ്ങനെയുള്ള പേഴ്സണൽ സിറ്റുവേഷനിൽ നിങ്ങളെ വിളിച്ചെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. അല്ലാതെ നമ്മൾ പുറകെ പോയിട്ട് അവരെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കിപ്പോൾ ഒരു ക്ലിപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മരണശേഷമോ അവരുടെ വീട്ടുകാർക്കോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. സോ അതെടുക്കുക. അല്ലെങ്കിൽ മരണസമയത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ആ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ വാർത്തകൾ ഷെയർ ചെയ്യാം. അല്ലാതെ ഈ ഒരു ബോഡീനെ കാണിക്കുക അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും ഒപ്പിയെടുത്ത് ഇത് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പം അത് വളരെ എന്താ പറയുക വളരെ ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നതല്ല. അതേസമയം തന്നെ ഈ ഓൺലൈൻ ചാനലുകൾ നമ്മൾക്ക് വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ അപ്പോൾ അറിയുന്നത് ഇവരുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓൺലൈൻ ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ വാർത്തകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വാർത്തകളുടെ അപ്ഡേറ്റ്സ് നമ്മൾ അപ്പം ആ ഓരോ ടൈമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ഇടിച്ച് കയറ്റവും അല്ലെങ്കിൽ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പ്രൈവസി നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മരണം നടന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കാണ് അങ്ങനെ ഒരു സംഭവം നടക്കുമ്പം നമ്മൾ തന്നെ ആലോചിക്കുക, നമ്മൾക്ക് ഇത്രയും അവിടെ എന്തോ നമ്മളൊരു സിനിമ കാണിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. വേറൊരു തിരുമണ്ടനെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതായത് അദ്ദേഹത്തിൻ്റെ മരണസമയം ആ ഒരു ടൈമിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി സെലിബ്രിറ്റീസ് ഒന്നും അവരുടെ പാർട്ടി ഏതാണ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഏത് മതത്തിനോടാണ് താല്പര്യം അങ്ങനെയൊന്നും കൂടുതലായിട്ട് അവർ മതത്തെക്കുറിച്ച് പറയുമോ അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ച് പറയുമോ അങ്ങനെയൊക്കെ ചെയ്യാറില്ല മോസ്റ്റ് ഓഫ് സെലിബ്രിറ്റികളും. പക്ഷേ നമ്മുടെ ആളുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആൾ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ ഒരു പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു
ഇതിലാണ് വിശ്വസിക്കുന്നത് എന്ന് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തൻ്റെ പാർട്ടിയെ വരെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അത് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു മരണ സമയത്ത് അതെടുത്ത് ചർച്ച ചെയ്യുകയാണ്. അതായത് ഈ ആള് കോൺഗ്രസ് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ വന്ന് തെറിയും മറ്റതും മറിച്ചതും ഒക്കെ കമൻസ് ഒക്കെ കാണണം. ആക്ച്വലി എനിക്ക് എല്ലാവരും ആ ഒരു വീഡിയോ എടുത്ത് ചെയ്തു, പക്ഷേ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത്. ഇങ്ങനെയൊക്കെ പലതും പക്ഷേ ഇങ്ങനെയൊക്കെ പല വാർത്തകൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് അതും കൂടെ ഇതിനകത്ത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഒരു മരണ സമയത്ത് അവിടേക്ക് വരുമ്പോൾ അവിടെ വന്ന് മാല ഇടുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് എങ്ങനെ വിവരിക്കാൻ കഴിയുന്നു? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മണ്ടനെ കണ്ടിട്ട് ശരിക്കും ഗൈസ് എനിക്ക് വാക്കുകളില്ല. അടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു. കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാം വന്നിട്ട് എന്താ പറയുക, ഈ ബോഡി കണ്ടിട്ടതിന് ശേഷം വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ വന്ന കുറച്ച് കമൻറ്റുകളാണ് ഗൈസ് കാണിച്ചു തരാം. മരണ വീട്ടിൽ അഭിനയിക്കുകയാണോ? എന്തിനാ ഈ ഓവർ ആക്ടിങ്? ഇത് ഒരു മരണ വീടാണ്. ഇയാൾ നോർമൽ അല്ലേ? ഇവൻ്റെ ഓവർ കുനിയൽ കാപട്യമാണ്. അങ്ങനെ നീളുന്നു പല 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 കമൻറ്റുകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളുടെ മരണ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ബോഡീനെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അത്രയ്ക്കും അടുത്തറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്തിരുന്ന് കരയുന്ന ഭാര്യേനെയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്കൊന്ന് പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതിനെയൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ഇത്രയുമൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെന്താണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആള് സ്വന്തം പാർട്ടി എന്താണെന്ന് കൺഫേം ചെയ്ത് അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിച്ചതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ കലാകാരന് കേൾക്കേണ്ടി വന്ന വാക്കുകൾ. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമില്ല, ഒരാൾ ഇപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു കാര്യം, അതൊക്കെ അയാളുടെ പേഴ്സണലാണ്. സോ ഇവിടെ സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണ്? ആളുടെ അഭിനയം അല്ലെങ്കിൽ ആളുടെ ഒരു കഴിവ് വെച്ചിട്ടാണ്. അല്ലാതെ ആളൊരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഒരു ഇതും വെച്ചിട്ടല്ല. ആളുടെ താല്പര്യമുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇത്ര ആൾക്കാർ വന്ന് അതാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിനാണെങ്കിൽ പോലും പല നെഗറ്റീവ് കമൻസ് വരാനായിട്ടുള്ളൊരു കാര്യം. സോ എനിക്ക് ജയറാം ചെയ്തതിൽ വളരെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെയ്യാൻ പാടില്ലാത്ത, അവിടെ വന്നിട്ട് പുള്ളി ഡാൻസ് കളിക്കൊന്നും അല്ലല്ലോ ചെയ്തത്. പുള്ളി വന്നു ജസ്റ്റ് ബോഡി ഒന്ന് കണ്ടു. അതിനുശേഷം അടുത്തിരിക്കുന്ന ഭാര്യ അത്ര അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ആരാണെങ്കിൽ പോലും അവരെ ആ ഒരു സമയത്ത് നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തൊന്ന് ഞാൻ നോക്കിയിട്ട് അവിടെ ഒരു പ്രശ്നവും കണ്ടിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോൾ കൂടി ഞാൻ ആലോചിക്കുവാണ്, നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുമ്പം നമ്മുടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ ഓരോ സിറ്റുവേഷനിൽ വന്ന് ആൾക്കാർ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിച്ച് പോവാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് മനുഷ്യത്വത്തിനൊന്നും ഇവിടെ വിലയൊന്നുമില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സോ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.